ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നിതാ എൻ്റെ തറവാട് വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ജനിച്ച് വളർന്ന വീട് കേട്ടോ. എൻ്റെ വാപ്പ വെച്ച വീടാണ്. അപ്പോൾ ഈ വീട് ഇതാ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ ഈ വീട്ടിലത്തെ കിണറിന്നാണ് വെള്ളം അടിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാധനം കണ്ടിട്ടോ, കാണിച്ചു തരാം. നല്ല കാന്താരി. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ പാപ്പാൻ്റെ അനിയനാണ് കേട്ടോ. പാപ്പാൻ്റെ അനിയനും അവരെ പേരക്കുട്ടി. ചെടികളൊക്കെ പോയി കേട്ടോ. പപ്പായ നിൽക്കുന്നുണ്ട്, ചെറിയൊരു തൈയാണ്. അതിൽ പപ്പായ എന്താ പറയുക അതിനൊക്കെ അറിഞ്ഞൂടാ. നമ്മൾ വായ്പുണ്ണിനൊക്കെ ഇതാവില്ലേ, കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയൂലേ, ആ സാധനം. അടക്കാപ്പഴത്തിൻ്റെ തൈ നിൽക്കുന്നത് ചട്ടിയിലാണ്. ഇവിടെ ഒരു പപ്പായ തൈ. ഇങ്ങനെ ഓരോ ചെടികളും എന്തൊക്കെയുണ്ട്. അരിമുളകും തൈ. പിന്നെ വേറെ സംഭവം എന്താ, ഇത് ഞാൻ തൈ വാങ്ങിച്ച് കുഴിച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് നിറയെ കായ പൊട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കണ മത്തന അത് ഉണങ്ങിപ്പോണു. പിന്നെന്താ, ഇതെന്താ വേറെ സംഭവം, ഒരു പപ്പായ തൈ ഈ കവറിലുണ്ടായിട്ട് അതിലിതാ പപ്പായ കായ്ച്ച് നിൽക്കുന്നു. പിന്നെ കരിമുളകും തൈകളാണ് കേട്ടോ. ഇതിനെ കണ്ടോ, ഞാൻ എൻ്റെ വീട് വെക്കണതിന് മുമ്പ് എനിക്ക് കോഴീനെ വളർത്തുന്ന കോഴിപ്രാന്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആ കോഴീനെ വളർത്തുമ്പോഴുള്ള കൂടാണ് ഇപ്പം കണ്ടോ. അപ്പം മൊത്തം ഇങ്ങനെ ആയി. എത്രയും വലിയൊരു കൂടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിറയെ കൂടും കോഴിയും താറാവും എല്ലാതും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വീട്ടിലത്തെ ടാങ്ക്, എത്രയോ വർഷങ്ങളായിട്ടുള്ള ടാങ്ക് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ടാങ്ക് മാറ്റിയിട്ട് പൊട്ടീനു. ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ അമ്മായിൻ്റെ സ്ഥലങ്ങളാട്ടോ. അമ്മായിൻ്റെ പറഞ്ഞാൽ വാപ്പാൻ്റെ പെങ്ങളെ സ്ഥലം. ഇവരിവിടെ വാപ്പാൻ്റെ എൻ്റെ മോട്ടർ, എൻ്റെ പൈപ്പിൽ വെള്ളമുണ്ട്. പറ്റിച്ച് വണ്ടി വന്ന് വിചാരിച്ചു, വണ്ടി അവിടെയൊക്കെ പോയി. വണ്ടി വരുന്ന നോക്കി നിൽക്കണം, അതല്ലെങ്കിൽ പൈപ്പുമ്മ കൂടെ കയറ്റിയാൽ പണി കിട്ടും. ഇതൊക്കെ പൊട്ടിയിട്ട് ഇതൊക്കെ വണ്ടി കയറ്റിയിട്ട് പൊട്ടിച്ചപ്പോൾ ഈ പൈപ്പ് എടുത്ത് ജോയിൻ ചെയ്തതാണ്. മൊത്തം ലീക്കാണ്. ഇവിടുന്ന് ആ തല വരെ ലീക്കുണ്ട്. കുറേ ഇതങ്ങനെ പാറ്റ വെച്ച് കെട്ടിക്കണത് കണ്ടോ, പാറ്റ വെച്ച് കെട്ടിക്കണ
ഇവിടുന്ന് അങ്ങോട്ട് അത് തല വരെ ലീക്കുണ്ട്. ഇനി മൊത്തം പൈപ്പ് 2 റോള് വാങ്ങണം, എന്നാലേ ഉള്ളൂ. അൽഹംദുലില്ലാ റഹ്മക്കുള്ള. നമ്മളെ അജുക്കുട്ടി ഇതാ മദ്രസ വിട്ട് വരുന്നു കേട്ടോ. അല്ല, സൈക്കിള് ചവിട്ടാനൊക്കെ കാലം കൊണ്ട് വയ്ക്കും കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കൂല, വെറുതെ അങ്ങനെ ഒരു കാലം കൊണ്ട് അങ്ങനെ കാട്ടുക ചെയ്യണത്. കാല് ചവിട്ടി മറിച്ചെടുക്കും, അല്ല മറിച്ചെടുക്കാൻ വയ്ക്കൂല. വെറുതെ ഒരു കാലം കൊണ്ട് ഇങ്ങനെ നിന്ന് പോകുക. മറ്റേ കാലം കൊണ്ട് മടക്കാൻ വയ്ക്കും, ഒരു കാലിൻ്റെ മുട്ട് മടങ്ങൂല. ആ ഓപ്പറേഷൻ ചെയ്ത് കാലിൻ്റെ മുട്ട് മടങ്ങണില്ല. അപ്പം ഇങ്ങനത്തെ വികൃതികളൊക്കെ കാട്ടും കേട്ടോ. അതാ പോണു. തുളസി കാണണം, തുളസി തുളസി മാ ചായ പറഞ്ഞിട്ടാണ് വരുന്നത്. ചായക്ക് കടിയില്ലെങ്കിൽ മാ ചായ മാ പൊറോട്ട പറയപ്പോൾ. ആ ഇതാ വരുന്നോ. എന്തുവാ? ചായക്കൊന്നുമില്ല ഗൈസ്, ചായക്കൊന്നുമില്ല എന്ന് പറയണോ. ഗൈസ്, ഇങ്ങനെ ചായക്കൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെ. ഇന്നലെ പത്തിരി ആയിരുന്നു, ഇന്നിപ്പോൾ ചായക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ചായക്കൊന്നുമില്ലാന്ന്. എന്താ അജുമോനെ? വണ്ടി കാണിക്കാട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥ. റോഡ് വീതി കൂട്ടുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എതിയും വളപ്പുമൊക്കെ മാന്തി കൂട്ടി വീതി കൂട്ടി ഇതങ്ങനെ ആക്കി വെച്ചു. ഇപ്പോൾ റോഡ് വീതി കൂട്ടുന്നവരൊക്കെ പോയി തോന്നുന്നു. ഒക്കെ നാട്ടുകാരെ ഇതൊക്കെ മൊത്തം തുരന്ന് അവിടെ ഇട്ടിട്ട് എല്ലാവരും പോയി. എല്ലാ എതയത്തെ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കി. ഇപ്പോൾ റോഡ് വീതി കൂട്ടുന്നവരാരും ഇല്ല. എന്താണ്ട് ഈ പോസ്റ്റ് നിൽക്കുന്നുണ്ടോ? റോഡിൻ്റെ ഇത്രയും ഭാഗം മാന്തി എടുത്തതാണ്. ആദ്യം ഈ പോസ്റ്റ് എതമ്മായിരുന്നു. അപ്പോൾ കണ്ട ഇവിടെ മൊത്തം കാട് കെട്ടി. ഇത്രയും ഭാഗം മാന്തി എടുത്തതാണ്. എന്താ പൊറാട്ടക്ക് പോകുന്ന ഒരാൾ നമ്മുടെ അടുത്തതാ ഒരു കട ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? നമുക്ക് നടന്ന് പോരേണ്ട വഴിയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ചെറിയ രീതിയിൽ പൊറോട്ട, ചായ അങ്ങനെയുള്ള സംഭവങ്ങൾ, പല എണ്ണ പലഹാരങ്ങളുണ്ട്, പിന്നെ പലചരക്ക് സാധനങ്ങളുണ്ട്, പച്ചക്കറി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽവക്കത്തെ വീടുകളാണ് കേട്ടോ. അടുത്ത വണ്ടി വരുന്നുണ്ട് തോന്നുന്നു. ചെമ്പരത്തി പൂവ് ഉണ്ടോ? ചെമ്പരത്തി കാക്കാക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോന്നാൽ പോരായിരുന്നോ? അപ്പം അത് പോയി. അയാൾ പോയി. ഇത് അത്രയും വെള്ളം പോയി തുറന്നു വിട്ടപ്പോൾ. ഒന്ന് എളുപ്പം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ വീടാണ് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നത് എൻ്റെ എളാപ്പാൻ്റെ വീട്. ഇത് എൻ്റെ തറവാട് വീട്. ഇത് എളാപ്പാൻ്റെ വീട്. ഇത് മൂത്താപ്പാൻ്റെ വീട്. അതൊരു മൂലിയരെ വീട്. അതെൻ്റെ വീട്. അത് ഞാൻ പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഈ ഒരു തെങ്ങ് കണ്ടോ? ഈ തെങ്ങിനൊരു ഓർമ്മ ഉണ്ട്. ഇതെൻ്റെ വാപ്പ വെച്ച തെങ്ങാട്ടോ. എത്ര വർഷമായിട്ടുണ്ടാവുന്നോ? കുറേ വർഷമായിട്ടുണ്ടാവും. 17, 18, 19 വർഷമായിട്ടുണ്ടാവും ഈ തെങ്ങ് വെച്ചിട്ട്.